ചെയ്യണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്. എന്റെ സ്ഥാപനമല്ലേ, എന്റെ സ്ഥാപനമാണിത്. ഞാൻ എന്റെ സ്ഥാപനത്തിൽ എങ്ങനെ നിൽക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ആയിരിക്കും. ഇത് ഞാൻ ജനിച്ചു വളർന്ന മണ്ണാണ്. 45 വർഷമായി. ആ നിൽക്കും. നീ അകത്താക്ക്. അന്ന് നമുക്ക് എൻ്റെ പേര് രജീഷ് സുരേഷ്. ഞാനിവിടെ കൊട്ടിയത്ത് തഴുത്തലയിൽ OGTM സ്കിൽസ് അക്കാഡമി എന്ന് പറഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ് കൗശല കേന്ദ്രം നടത്തുന്നു. അപ്പോൾ ചേട്ടനെ ആരോ എന്തോ തെറി വിളിച്ചു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത ഇങ്ങനെ കേട്ടത്, അതെന്തോ സംഭവം? ഞാനിവിടെ ഗാർഡൻ്റെ അവിടെ നിൽക്കുന്നവർ ഈ ഷോർട്സ് ഇട്ടുകൊണ്ടായിരുന്നു നിന്നിരുന്നത്. ഷോർട്സ് ആയിരുന്നു, ഷോർട്സ് ഇട്ടുകൊണ്ടായിരുന്നു, ബനിയനും ഇട്ടുകൊണ്ട് നിൽക്കുന്നതാണ്. നമ്മളിവിടെ കൃഷിപ്പണി പോലെ ഇത് വൃത്തിയാക്കുന്നതിൻ്റെ ഇതൊക്കെ ചെയ്യുന്നതാണ്. ഷോർട്സ് ഇട്ടുകൊണ്ട് നിന്നത് കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് ഇവിടെ മുണ്ടെടുത്തുകൊണ്ട് നിന്നൂടെ, പെണ്ണുങ്ങൾ പോകുന്ന വഴിയല്ലേ, അല്ലെങ്കിൽ നിന്നെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കും, അറസ്റ്റ് ചെയ്യിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചീത്ത വിളിക്കുകയും. ഈ ഷോർട്സ് അത്രയ്ക്ക് വൃത്തികെട്ട വേഷമാണോ? ഷോർട്സ് ഇടുന്നത് എൻ്റെ അറിവിൽ പൊതുവെ എല്ലാവരും ഇടുന്ന ഒരു വസ്ത്രധാരണ രീതിയിലുള്ളതാണ്. അത് നമ്മൾ ഈ കൃഷിപ്പണി മറ്റുള്ള ചെറിയ വർക്ക് ചെയ്യുമ്പോൾ വീട്ടിൽ താമസിക്കുന്ന സമയത്തൊക്കെ ഇത്തരം വസ്ത്രധാരണം ചെയ്യുന്നതിൻ്റെ അകത്ത് ഒരു മോശമായിട്ടുള്ളൊരു ഇല്ലീഗൽ ഡ്രസ് അല്ല. അതുപോലെ ചേട്ടൻ്റെ കോമ്പൗണ്ടിൽ നിന്നത് നമ്മുടെ സ്വന്തം വസ്തുവിനകത്തിൽ സ്വന്തം കാമ്പൗണ്ടിൽ പിന്നെ നമ്മൾ ഏത് വസ്ത്രം ഇട്ട് നിൽക്കണം, അത് ഓഫീസ് ടൈം കഴിഞ്ഞാൽ. പക്ഷെ പറയുന്നുണ്ടെന്ന് തോന്നരുത്, ഇപ്പോൾ ഒരു ജനപ്രതിനിധി ഇങ്ങനെ പറയുമെന്നുള്ള കാര്യം വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഫേസ്ബുക്കിൽ ഇത് പബ്ലിഷ് അപ്പോഴും തന്നെ ചെയ്യുകയും ചെയ്തത്. വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാൻ പറ്റുമോ? വീഡിയോ ഇതാണ്ട് അതിന് ലീഗലി ഉള്ള ഇഷ്യൂ ഒന്നും അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനൊന്നും ഒരാൾ പറയാൻ പാടില്ലല്ലോ. ഒരു സ്ഥാപനത്തിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ പറയുന്ന വീഡിയോകളുണ്ട്. എന്താണ്ട് ഞാനായിട്ടിരിക്കുന്ന വസ്ത്രം ഇത്രയും പ്രായമുള്ള ഒരാൾ ഓഫീസ് ഇത് ആ ആള് ഇവിടുത്തെ സ്ഥാപനത്തെ കുറിച്ചൊക്കെ അവർക്ക് അറിയാം. ആ നിൽക്കുന്ന പുള്ളിയാണല്ലേ? ആ പുള്ളി ഇവിടുത്തെ മെമ്പറാണ്. അപ്പം അങ്ങനെ ഒരാളെടുത്ത് അങ്ങനെ ബോർഡ് അടിച്ച് പൊട്ടിക്കാനായിട്ട് പോകുന്ന ഫോട്ടോ ആണത്, അതിൻ്റെ വീഡിയോ ആണത്. റോഡിലിരിക്കുന്ന ബോർഡ് അടിച്ച് പൊട്ടിക്കാൻ പോയതിന് ശേഷം വന്നിട്ട് പിന്നെയും വന്ന് വീണ്ടും ഭീഷണിപ്പെടുന്നത്. എൻ്റെ മോൻ അവിടെ നിൽപ്പുണ്ട്, കൊച്ചു മോൻ അവിടെ നിൽപ്പുണ്ട്, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അവിടെ നിൽപ്പുണ്ട്. അല്ല, പുള്ളി ശരിക്കും മെമ്പർ തന്നെയാണ് ഇവിടുത്തെ? പുള്ളി മെമ്പറാണ്. പക്ഷേ ഇത് എന്താ പറഞ്ഞതെന്ന് പുള്ളിക്ക് ഇനി എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു നിയമപ്രശ്നം ഇല്ല. അല്ല, അപ്പൊ പുള്ളി വല്ല ബീച്ച് സൈഡൊക്കെ പോയിരുന്നെങ്കിൽ എന്താ അവസ്ഥ? അതാ ഞാൻ ചോദിക്കുന്നത്. കോവളത്ത് ഞാൻ എൻ്റെ സ്റ്റുഡൻസ് ഇത് കണ്ടിട്ട് എന്നെ വിളിച്ച്, കുട്ടികളെല്ലാം വിളിച്ച് ചോദിക്കുന്നു, സാറേ ഇത് എന്തോ സാറേ ഇങ്ങനെയൊക്കെ വന്ന് സംസാരിച്ചാൽ ഞങ്ങൾ എന്തോ പറയേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഇപ്പം എല്ലാവരും വീട്ടിൽ ഇടുന്നൊരു വസ്ത്രധാരണ രീതിയാണ് ഇടുന്നത്. അതിനെ നമുക്ക് മോശം പറയാൻ പറ്റത്തില്ലല്ലോ. അല്ല, മോശം പറയാൻ പുള്ളിക്ക് എന്താ അവകാശമുള്ളത്? അതാ ഞാൻ ചോദിക്കുന്നത്. ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, സ്ഥലം മെമ്പർ, നമുക്ക് വേണ്ടി നിൽക്കേണ്ട വ്യക്തി നമ്മളടുത്ത് വന്ന് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് രീതിയിലാണ് ഇതിനെ നമ്മൾ വിലയിരുത്തേണ്ടത്? എന്തൊരു അവസ്ഥയല്ലേ? ഇത് കേരളത്തിലെ ഈ ഒരു സംഭാഷണം വരാൻ പാടില്ല. അതൊരു അംഗീകാരമുള്ള ഒരു സ്ഥാപനം, രാഷ്ട്രീയ പ്രമുഖരുടെ ഭാഗത്തുനിന്ന് ഇത്തരം വർത്തമാനങ്ങൾ വരാൻ പാടില്ല. ഈ ചേട്ടൻ്റെ അടുത്ത് വേറെ എന്തെങ്കിലും വ്യക്തിവൈരാഗ്യമായിട്ട് അങ്ങനെ വല്ലതും ഉണ്ടോ? വ്യക്തിവൈരാഗ്യമൊന്നും ഇവിടെ വോട്ട് എനിക്കില്ലാത്ത ഒറ്റൊരു അഭിപ്രായം അയാളെ വായിൽ നിന്ന് വന്നു. ഒരു പ്രാവശ്യം ഇലക്ഷൻ്റെ സമയത്ത് ഇവിടെ വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ച് ചോദിച്ചു, താങ്കൾ വോട്ടുണ്ടോ എന്ന് ചോദിച്ചു. അമ്മ ഇല്ലെന്ന് പറഞ്ഞു. വോട്ടില്ല, നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞത് അങ്ങ് പോയി. വോട്ടുള്ളവരെ മാത്രമേ പുള്ളി മൈൻഡ് ചെയ്യത്തുള്ളൂ. അതാണ് പ്രശ്നം. പിന്നെ ഇവിടെ വെള്ളം കൊടുക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. 15 ദിവസം ഇവിടെ ഈ ഭാഗത്ത് വാട്ടർ ലൈനിൽ വെള്ളമില്ല. അപ്പം ഞാൻ പറഞ്ഞത് ഇത് ഗവൺമെൻറ്റിൻ്റെ ട്രെയിനിങ് സെൻ്ററാണ്, പഞ്ചായത്തിൻ്റെ അധികാരപ്പെട്ട ഏരിയയിലുള്ളതാണ്, നിങ്ങൾ ഞങ്ങൾക്ക് വെള്ളം സപ്ലൈ ചെയ്യണം. അദ്ദേഹം വെള്ളം തരാൻ പറ്റത്തില്ലെന്ന് ആ വെള്ളം സപ്ലൈ ചെയ്ത് അവരെ വിളിച്ചു പറഞ്ഞു വെള്ളം കൊടുക്കരുതെന്ന്. ശരിക്കും പ്രതികാര നടപടിയാണ് കാണിക്കുന്നത്. എന്തോ വ്യക്തിപരമായ വൈരാഗ്യമോ മറ്റുള്ള എന്തോ ഇതാണ് കാണിക്കുന്നത്. ശരിക്കും നമ്മുടെ എന്തിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത്? കേന്ദ്ര ഗവൺമെന്റ് കൗശൽ കേന്ദ്രയാണ്. ഗവൺമെന്റിന്റെ സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാമുകളാണ് ഇവിടെ ചെയ്യുന്നത്. അപ്രൂവ്ഡ് ആണ്.
അപ്രൂവ്ഡ് ആണെന്നല്ല, ഗവൺമെന്റ് നേരിട്ടുള്ള സ്ഥാപനമാണ്. കേരളത്തിന്റെ കേരള സെന്ററായിട്ട് ഇപ്പം മാറി. നമ്മുടെ സ്ഥാപനമാണ്, സ്ഥലമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് ഗവൺമെന്റ് നേരിട്ടാണ് ഇപ്പം കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ കേരള സെൻട്രൽ ഹെഡാണ്. അല്ല, താങ്കളോട് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം വരാനായിട്ട് വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം അങ്ങനെ വല്ലതും ഉണ്ടോ? അപ്പുറത്തെ പുരയിടത്തിലെ മരം മുറിപ്പിച്ചത് നമ്മൾ ഇത് കണക്ക് പറഞ്ഞിട്ട് ഈ ഇദ്ദേഹത്തിനെ വിളിച്ച് പറഞ്ഞായിരുന്നു. മുറിക്കാനല്ല പറഞ്ഞത്, കൊമ്പ് മുറിക്കാൻ പറഞ്ഞു. അതായത് ഈ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ലൈനിൽ തട്ടി ഇതിൽ പഴയ വീഡിയോ നോക്കുമ്പോൾ അറിയാം. കൊല്ലം ജില്ലാ കളക്ടറുടെ ഓഫീസിൽ നമുക്കൊരു കോർഡിനേറ്റർ ഉണ്ട്. അവർക്ക് നമ്മൾ ഈ ഡെയിലി റിപ്പോർട്ട് കൊടുക്കുന്നതാണ്. ഇവിടെ എന്തെല്ലാം പ്രോഗ്രാം വന്നാലും അവരെ അറിയിക്കും. അപ്പോൾ ഈ മരത്തിൻ്റെ മുറിപ്പിൻ്റെ ഒരു ഇഷ്യൂ നമ്മൾ ഇത് കണക്ക് അവരെ അറിയിച്ചിട്ടുണ്ട്. അത് തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ബോർഡ് മെറ്റലാണ്. അപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ അത് നേരെ ബോർഡിൻ്റെ മേളിൽ ഒന്ന് വീഴും. ബോർഡിൻ്റെ മേളിൽ വീണ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കുട്ടികൾ പഠിക്കുന്നതാണ്. നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാത്തൊരു സാഹചര്യം വന്നാൽ കറണ്ട് പാസ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മളത് മുറിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ വീട്ടിൽ പോയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ചക്ക പഴുത്ത് ഇവിടെ സ്ഥിരം വീഴുമായിരുന്നു. അത് ഈ റോഡും ഈ മിറ്റവും നല്ല രീതിയിൽ നിറഞ്ഞു വീഴുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവർ നമ്മളെ സ്വന്തക്കാരും, നമ്മളുമായിട്ട് യഥാർത്ഥ യാതൊരു പ്രശ്നവും അവരുമായിട്ട് ഇപ്പോഴും ഇല്ല. അവരടുത്ത് അത് പറഞ്ഞ് അവർ പക്ഷേ 1 വർഷം കഴിഞ്ഞാണ് ഇത് ചെയ്തത് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അവർ നമ്മൾ പറഞ്ഞൊരു ധാരണ പ്രകാരം മൂലയിരിക്കുന്ന ബോർഡ് മാറ്റണമെന്ന് അവർ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ഈ മെമ്പറുടെ അടുത്ത് പറഞ്ഞൊരു വാക്കിത്രേ ഉള്ളൂ. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഇത്തരം സെൻറ്ററുകളിൽ കുട്ടികൾ പബ്ലിക്കിൻ്റെ ഭാഗമാണ്. അപ്പോൾ വരുമ്പം ആ ബോർഡ് വെക്കുന്നതിന് നിയമപരമായി യാതൊരു തടസ്സവുമില്ല. പിന്നെ റോഡിന് തടസ്സം വരാത്ത രീതിയിൽ ഒതുക്കിയാണ് നമ്മൾ ബോർഡ് വെച്ചിരിക്കുന്നത്. പലതവണ ഈ ബോർഡുകൾ വണ്ടികൾ വന്ന് ഇടിച്ചിടുന്നൊരു വിഷയം ഞാൻ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിരിക്കാം അത് വർഷങ്ങളായിട്ട് ഈ പ്രശ്നമുണ്ട് നമുക്ക്. ഇനി ഇത് വീഡിയോ എടുത്തോ ചേച്ചിയല്ലേ വീഡിയോ എടുത്തേ? ഇത് മുമ്പ് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ലീഗലി മുമ്പോട്ട് പോകുന്നുണ്ടോ അതോ ഇതിവിടെ അവസാനിപ്പിക്കുകയാണോ? അല്ല, ഹൈക്കോടതി പ്രൊട്ടക്ഷൻ ഉള്ള സ്ഥാപനം. ഹൈക്കോടതി പ്രൊട്ടക്ഷൻ ഓർഡർ ഉണ്ട്. ഇവിടെ ഇതിനൊക്കെ നേരത്തെയും വ്യാജ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി. എന്നും കോടതി പോകുന്നതിന് ഒരു പരിധി. അപ്പൊ ലീഗലി നിങ്ങൾ ഈ പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കുകയാണോ ലീഗലി മുമ്പോട്ട് പോകണം? എങ്ങനെയാണ് ഈ പ്രശ്നം ഇനി എങ്ങനെയാണ്, ആരാണ് ഇതിന് പിന്നിലുള്ളത് വ്യക്തമായിട്ടൊരു ധാരണ വരണം. എന്നാലേ കളക്ടറിനാണ് ഞങ്ങൾ മെയിൽ ചെയ്യാൻ ആയിട്ട് ഇരിക്കുന്നത്. കാരണം കളക്ടറിനാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് കൗശൽ കേന്ദ്രയുടെ ചാർജ് കൊല്ലം ജില്ലാ കളക്ടറാണ്. കളക്ടറാണ് യഥാർത്ഥത്തിൽ ഉത്തരവാദിത്വം എടുക്കേണ്ടത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഇത് ആദ്യ സംഭവമായിരിക്കും. ഇത് നിരന്തരം ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് മാത്രമേ ഉള്ളൂ. വേറൊരു അല്ല, പല ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ എൻ്റെ അടുത്ത് ചോദിച്ചതാണ്, സാറിന് മാത്രം എന്താ ഇത്ര അറ്റാക്ക്? വേറെ ആർക്കും ഇങ്ങനൊരു അറ്റാക്ക് ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല.